തരുവാൻ വേണ്ടി ഡീറ്റെയിൽസ് ആവശ്യപ്പെട്ടത്. അത് ഡിസ്ട്രിക്ട് കളക്ടർ ഇറക്കിയുണ്ട്. അത് നിങ്ങൾ ഓൾറെഡി ഹൈക്കോടതിയിൽ ചാലഞ്ച് ചെയ്യില്ല. അതുള്ള സംവിധാനം നിഷേധിക്കണം. നിങ്ങൾ ഇത് ഏത് അടിസ്ഥാനത്തിലാണ് ഈ വാല്യുവേഷൻ ചെയ്യുന്നത്, ഈ മെഷർമെൻറ്റ് ചെയ്യുന്നത്? അതിന് ഏതെങ്കിലും നിങ്ങളുടെ കൈ കടലാസുണ്ടോ? ഏത് ഓർഡർ ഉണ്ടോ? വേറെ എന്തെങ്കിലും ഉണ്ടോ? കാണണം. ഞാൻ ഇലക്ടഡ് റെപ്രസെൻറ്റേറ്റീവ് ആണ്, MP ആണ്, പൊടിയാവണം. അങ്ങനെ ഉണ്ടെങ്കിൽ പൊടിയാവണം. കാരണം എല്ലാ നാട്ടിൽ ഈ കർമ്മസമാധാന പ്രശ്നം ഉണ്ടാക്കി ഇനി സ്വസ്ഥമായിട്ട് ജീവിക്കാൻ വിടാറ്. നിങ്ങൾക്ക് നല്ല വട്ടത്തിൽ നാട്ടിൽ പോകണം, നിങ്ങൾ നല്ല വട്ടത്തിൽ പോകണം. നിങ്ങൾക്ക് പ്രസ്താവനം താല്പര്യമില്ല. ഇവിടെ കൈയടിക്കാനും ഗൗരവമായിട്ടുള്ള കാര്യം ചെയ്യും ആൾക്കാരെ വില പോലെ. ഇതാരിറക്കിയത്? സാറേ 10 days ടൈം കൊടുത്തിട്ടുണ്ടല്ലോ. സൈൻ ചെയ്ത ഓർഡർ ഇവിടെ ആരാണ്? 10 days ടൈം കൊടുത്തിട്ടില്ല. 10 days എല്ലാവരും സംസാരിക്കേണ്ട ആവശ്യമില്ല. Who is the signing authority? There is no signing authority. Who is the signing authority? No. I'm കേൾക്കേണ്ടത് who is the signing authority? There should be some authority who has issued this order. If I want to challenge this, I need the order copy. I need the signed copy. Who is the designated officer? ആരാണ് നമുക്കറിയണ്ടേ? ഡെപ്യൂട്ടി കളക്ടർ സൈൻ ചെയ്തിറക്കിയാണ്. ഡെപ്യൂട്ടി കളക്ടർ ഓഫീസിന്റെ ഷെല്ലിന്റെ അല്ലാണ്ട് അയാൾ ഒപ്പിട്ടാലിന്റെ അത് അതൊന്ന് സബ്മിറ്റ് ചെയ്യണം. 4 പേജുള്ള ഷീറ്റാണ്. ഞങ്ങൾക്ക് ഇന്നത്തെ വെറും 3rd ഡേ അത് മാത്രമാണ് എടുത്തത്. 4th ഉള്ളത് ഇതിപ്പം വ്യക്തമായിട്ട് പറയണ്ടില്ല. സുബൈക്ക് 9 മണി മുതൽ ഈ 6th വരെ പിന്നെ നിങ്ങൾ ഇറക്കിയ ഓർഡറിൽ അങ്ങനത്തെ ഒരു ഡേറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഓൾറെഡി ഡിസ്ട്രിക്ട് കളക്ടർ ഓർഡർ ഇറക്കിയില്ല. BDO റിപ്പോർട്ട് ചെയ്യേണ്ടതും ഡെപ്യൂട്ടി കളക്ടർ റിപ്പോർട്ട് ചെയ്യേണ്ടതും മറ്റേ ഡിസ്ട്രിക്ട് കളക്ടർക്കില്ല. അപ്പോൾ ഡിസ്ട്രിക്ട് കളക്ടർ ഇറക്കിയ ഓർഡറിന് കാത്തു നിൽക്കാണ്ട് 26-6 തീയതി വരെ നിങ്ങൾക്ക് സമയമുള്ള സമയത്ത് അതും പിടിച്ച് ഈ ഒരു ഓർഡർ ഇറക്കാനുള്ള കാരണം തന്നെ ഇതിൽ എന്നീ പ്രശ്നം തന്നെ. നമ്മ ഈ പറയപ്പെട്ട ലാൻഡിൽ വർഷങ്ങളായിട്ട് ആൾക്കാർ ജീവിക്കുന്നത് ഇല്ല. ഇന്ന് നിന്നിട്ടേ ഇല്ലല്ലോ. എന്ത് വികസനത്തിനും എല്ലാവർക്കും സമ്മതമായിട്ടുള്ള വികസനം ഉണ്ടാകും. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത്, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത്. കുറവും കളിയല്ല, ചൊറോടാൻ കളിയല്ല, വേറൊരു കാര്യം ചെയ്യാൻ കളി. എല്ലാ സമയത്തും ഇത് തന്നെ. വേറെ പണിയില്ല. നിങ്ങൾക്കും പണിയുണ്ട്, ഞങ്ങൾക്കും പണിയുണ്ട്. ഇല്ല ഉണ്ടോ ഇല്ലയോ? അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ കൺസേൺ അതോറിറ്റിയോട് പോയി ചെല്ലണം. നിങ്ങൾ ഈ പറയപ്പെട്ട ഡിസ്ട്രിക്ട് കളക്ടർ 6-ാം തീയതി വരെ ഓർഡർ ഇറക്കിയപ്പോൾ ഈ ഡെപ്യൂട്ടി കളക്ടർ ഇറക്കേണ്ട ഈ ഓർഡറിന് ആവശ്യം വരുമല്ലോ. വേണ്ടിയ ഇവിടെ ഇത്രയും കാലം ആൾക്കാർ താമസിക്കുന്ന ഇന്ന് വരെ ഒരു പ്രശ്നം ഉണ്ടായാലും പ്രശ്നം ഉണ്ടായില്ല. ഈ ഇത്രയും കാലം ജീവിച്ചോണം വന്ന പൂർവികന്മാർ 100 കൊല്ലം 100 ചില്ലാന കൊല്ലം പഴക്കവും തഴക്കവുമുള്ള ഈ ലാൻഡിൽ എല്ലാവരും താമസിക്കില്ലേ? ഇവിടെ നിങ്ങൾ ഈ പറയപ്പെട്ട വാല്യൂഷൻ ചെയ്ത് കലക്കി ഇതാക്കിയാൽ നമുക്ക് പോകാനോടൊക്കെ വേറെ ഇടമുണ്ടോ? നിങ്ങൾ തരണ വേറെ ഇടം? വേറെ ഇടനുണ്ടാ? പിന്നെ ആകെ 32 സ്ക്വയർ കിലോമീറ്റർ 70,000 ജനസംഖ്യന് ബാധിച്ചു കൊടുക്കുന്ന ഒരു സെന്റ് പോലും ചിലപ്പോൾ ഒരാൾക്ക് കിട്ടാം. ലക്ഷദ്വീപിൽ സെൻസസ് പ്രകാരം 70,000 ആണ് പോപ്പുലേഷൻ. ഈ പോപ്പുലേഷനെ ഡിവൈഡ് ചെയ്ത് ഈ പറയപ്പെട്ട ഓരോരുത്തർക്കും ബാധിച്ച് 32 സ്ക്വയർ കിലോമീറ്റർ ലക്ഷദ്വീപിൽ ഭൂമി കൊടുത്താൽ ഹാർഡ്ലി 1 or 2 സെൻറ്റ്സ് ഒരാൾക്ക് കിട്ടും. അതും കിട്ടാം. പിന്നെ ഇങ്ങനത്തെ എന്നീ വികസനം എന്നെന്താണ് ഇങ്ങനത്തെ വികസനത്തെ ആവശ്യം? ഇവിടെ എല്ലാവരും ജീവിപ്പല്ലേ? അപ്പം എല്ലാവരും സ്വസ്ഥമായിട്ട് ജീവിക്കണം. എല്ലാവരും തമ്മിൽ അടിക്കോണാ? ഇല്ല, നിങ്ങളെ പണിയെടുത്തോ. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഇങ്ങനത്തെ നടപടി സ്വീകരിക്കുന്നതിന് എതിർപ്പുണ്ട്, പ്രതിഷേധമുണ്ട്. നിങ്ങളെ ഉത്തരവാദപ്പെട്ട ആൾക്കാർക്ക് അറിയിക്കണം. ശരിയില്ല? പ്ലീസ് ഇൻഫോം ദം. We want peace and tranquility in the island. Development should not be at the cost of lawlessness in the society. കർമ്മസമാധാന പ്രശ്നം ഉണ്ടായിട്ടും വികസനം ചെയ്യണം.
എന്നെ ഇങ്ങനത്തെ വികസനം ഈ ഇത്രയും കാലം വികസനമുള്ള വികസനം പോരാ. നമുക്കിവിടെ പോയി ചെല്ലണം, നിങ്ങൾ ചെല്ലണം. എങ്ങോട്ട് ഞാനും ഡിസ്ട്രിക്ട് കളക്ടർ എന്ന് കാണണ്ടേ? ഓക്കെ സർ, ഓക്കെ വീൽ ഗോ സർ. നിങ്ങൾക്ക് ഈ നയത്തിനെതിരാണ്, നിങ്ങളോട് എതിർപ്പില്ല, നയത്തിന് എതിർക്കുന്നതാണ് നിങ്ങൾ. ആർക്കും താല്പര്യമില്ലാത്ത വികസനം. ഓക്കെ ഓക്കെ ശരി എം പി പറഞ്ഞാൽ തന്നെ പറഞ്ഞാൽ സാറേ. ശരി സാർ, ശരി ഞാനും ഡിസ്ട്രിക്ട് കളക്ടറെ കാണണ്ടേ, ഞാനും ഡിസ്ട്രിക്ട് കളക്ടറെ കാണണ്ടേ? നമുക്കിവിടെ ശാന്തിയും സമാധാനത്തോടെ കാര്യങ്ങൾ ചെയ്യണം. ഇങ്ങനെ ഒരു വിലക്ക് വന്ന് പറഞ്ഞിട്ടും ഇവാലുവേഷൻ ചെയ്തിട്ടും ഇനി ഇതോളം വേണ്ടി എന്തായാലും നാട്ടുകളെ പ്രതിഷേധം ഉണ്ടെന്നുള്ള നിങ്ങൾക്ക് അറിഞ്ഞു വരും. അപ്പൊ ഇനി നെക്സ്റ്റ് ഒരു സ്ഥലത്തേക്ക് പോകേണ്ട ആവശ്യം വരുമല്ലോ. അപ്പൊ എന്തായാലും ഇവിടെ നാട്ടുകാരെ പ്രതിഷേധിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യില്ലെങ്കിൽ ആ ഒരു റിപ്പോർട്ട് ചെയ്തിട്ട് നെക്സ്റ്റ് സ്ഥലത്തേക്ക് പോകാതിരിക്കല്ലേ നല്ലേ. വീണ്ടും വീണ്ടും ഒരു സ്ഥലത്തേക്ക് പോകേണ്ട തന്നെയുണ്ട്. വീണ്ടും വീണ്ടും ഈ പറയപ്പെട്ട